प्रिय बच्चे, आप सभी खुशी है? ओके। आज इकाई 3 में पहला एक कविता है। कविता का नाम है अकाल और उसके बाद। इस श्री नागार्जुन ने लिखा गया एक कविता है। इसका रचयिता नागार्जुन है। नागार्जुन के कवि नागार्जुन के बारे में अब देखिए पेज नंबर 54। नागार्जुन जन्म 30 जून 1911 बिहार, मृत्यु 5 नवंबर 1998। आप हिंदी के प्रगतिशील साहित्यकार हैं। आपने हिंदी के अलावा मैथिली, संस्कृत और बांग्ला में भी रचनाएं की है। लोक जीवन, प्रकृति और समकालीन राजनीति आपकी रचनाओं के मुख्य विषय रहे हैं। युगधारा, प्यासी पतराई आंखें, सतरंगी पंखों वाले, तालाब की मछलियाँ आदि आपकी प्रमुख काव्य कृतियाँ हैं। कवि नागार्जुन का जन्म बिहार में 30 जून 1911 में हुआ था। मृत्यु, उनका निधन या मृत्यु 5 നവംബർ 1998 में 1998 അദ്ദേഹം മരണപ്പെട്ടത്। ആപ് ഹിന്ദി കെ പ്രഗതിശീൽ സാഹിത്യകാർ ഹെ, അദ്ദേഹം ഹിന്ദിയിലെ പുരോഗമനവാദിയായിട്ടുള്ള ഒരു സാഹിത്യകാരനായിരുന്നു। ആപ്നെ ഹിന്ദിക്ക് അലാവ, അദ്ദേഹം ഹിന്ദിയിൽ കൂടാതെ മൈഥിലി, സംസ്കൃത് और ബംഗ്ല में भी, മൈഥിലി ഭാഷ, സംസ്കൃത ഭാഷ അതുപോലെ ബംഗ്ല ഭാഷയിലൊക്കെ രചനായെങ്കിൽ അദ്ദേഹം രചനകൾ ചെയ്തിട്ടുണ്ട്। ലോകജീവിതം, പ്രകൃതി और സമകാലീൻ രാജനീതി, പ്രകൃതിയെക്കുറിച്ചും ഇന്നത്തെ സമകാലീനമായിട്ടുള്ള ഇന്നത്തെ രാജനീതി ഭരണവ്യവസ്ഥയെക്കുറിച്ചിട്ടൊക്കെ ആപ്കി രചനാവും കെ, അദ്ദേഹത്തിൻ്റെ രചനകളിൽ മുഖ്യ വിഷയ രഹേ, പ്രധാനപ്പെട്ട വിഷയങ്ങളായിരുന്നു। युगधारा, प्यासी पतराई आंखें, सतरंगी पंखों वाली, तालाब की मछलियाँ आदि आपकी प्रमुख കാവ്യകൃതിയാം ഹെ, ഇവയൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള കാവ്യകൃതികളായിരുന്നു। ഓക്കെ, इसके कविता के पहले इकाई 3, अब देखिए इकाई 3, इसमें एक प्रकृति का सुंदर चित्र है। इसमें कई जीव जंतुओं को दिखा देते हैं। इसमें क्या लिखा है? हर एक सभी के लिए, सब हर एक के लिए सुने प्रकृति की पुकार। हर एक ഓരോന്നും സഭി के लिए, അതായത് ഇസ് ധർത്തി में जो है, ഈ പ്രകൃതിയിൽ എന്താണോ ഉള്ളത് ജോ ഹെ, അതൊക്കെ ഹരേക്ക് ഓരോന്നും സബ് കെ ലിയേ ഹെ, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്। സബ് എല്ലാം, ഹരേക്ക് കെ ലിയേ എല്ലാതും ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ളതാണ്। സുനെ കേൾക്കൂ, പ്രകൃതി കി പുക്കാർ നമ്മുടെ പ്രകൃതിയുടെ വിളി നമ്മൾ കേൾക്കൂ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? प्राकृतिक संसाधनों को अच्छी तरह उपयोग करना, अല്ലെ प्राकृतिक संसाधनों को हम सुरक्षित रखना है, അല്ലേ? അതായത് നമ്മുടെ പ്രകൃതി വിഭവങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്। നെഹീം തോ, അല്ലെങ്കിൽ വോ ബോത്ത് ഖതർനാക് ഹെ, അല്ലെങ്കിൽ അത് വളരെയധികം ഡേഞ്ചറാണ്, അല്ലേ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യുന്നതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? ക്ഷാമങ്ങൾ, അതുപോലെ ബാഡ്, അല്ലേ? അകാലുണ്ടാവും, ക്ഷാമം ഉണ്ടാവും, അതുപോലെ ബാഡ്, വെള്ളപ്പൊക്കം, അല്ലേ? അത് എല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ പ്രകൃതി, അല്ലേ, നാച്ചുറൽ ഡിസാസ്റ്ററിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണ്? പ്രകൃതി വിഭവങ്ങളെ നമ്മൾ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലേ? മനുഷ്യരാകും നമ്മൾ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്, അല്ലേ? അപ്പോൾ പ്രസ്തുത് കവിത കാ നാം ക്യാ ഹേ? അകാൽ ഔർ ഉസ്കെ ബാദ്. അകാൽ മീൻസ് ക്ഷാമം, ഫാമിംഗ്, അല്ലേ? ക്ഷാമം. അപ്പോൾ അകാൽ മാനെ ക്യാ ഹേ? ക്ഷാമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഖാദ്യ പദാർത്ഥവും കി അഭാവ്, അല്ലേ? ഖാനെ പീനെ കി സീസോം കി കമി, അല്ലേ? കഴിക്കാനും കുടിക്കാനൊക്കെ ഉള്ള വസ്തുക്കളുടെയും സാധനങ്ങളുടെയൊക്കെ എന്താണ്? ഒരു കുറവാണ് ഇവിടെ അകാൽ എന്ന് പറഞ്ഞാൽ, അല്ലേ? ഖാദ്യ പദാർത്ഥവും കി അഭാവ്, അല്ലേ? ഖാദ്യ പദാർത്ഥങ്ങളുടെ അഭാവമാണ് അകാൽ എന്ന് പറഞ്ഞാൽ।
प्रस्तुत कविता श्री नागार्जुन ने कवि नागार्जुन ने लिखा गया है ले अदायद अकाल और उसके बाद नामक इस कविता का रचयिता नागार्जुन है कवि श्री नागार्जुन है नागार्जुन എന്ന കവിയാണ് ഇത് എഴുതിയിരിക്കുന്നത് अब देखिए इसमें कई चित्र हैं क्या क्या देखते हैं എന്തൊക്കെ ചിത്രങ്ങളാണ് നമ്മൾ ഇവിടെ കാണുന്നത് पहले एक चिपकली का ചിത്ര അല്ലേ ചിപ്കലി മീൻസ് ലിസാർഡ് അല്ലേ പല്ലീനെ കാണുന്നുണ്ട് പിന്നെ ചൂൽഹ അല്ലേ ചൂൽഹയ്ക്ക് പാസ് മട്ക അല്ലേ ശൂന്യ ഹേ വ സബി ശൂന്യ ഹേ അതൊന്നും എല്ലാം എന്താണ് ശൂന്യമാണ് കലങ്ങളും ഒക്കെ ശൂന്യമാണ് അതുപോലെ ഏക്ക് കുത്ത അല്ലേ ഏക്ക് പത്തലി കുത്ത കുത്താക്ക് ദേക്കാ ഹേ അല്ലേ ഒരു പട്ടിയെ കാണുന്നുണ്ട് പിന്നെ ഏക്ക് ചക്കി മീൻസ് അരക്കല്ലാണ് തിരിക്കല്ല് ഓക്കെ ചക്കി മീൻസ് തിരിക്കല്ല് खाद्य पदार्थों को पीसने के लिए ये चक्की उपयोग करते हैं ഖാദ്യ പദാർത്ഥങ്ങളൊക്കെ നമ്മൾ എന്താണ് പീസ്ന മീൻസ് പൊടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പണ്ട് കാലത്തൊക്കെ യൂസ് ചെയ്തിരുന്നതാണ് ഈ ചക്കി മീൻസ് തിരിക്കല്ലാണ് കേട്ടോ പിന്നെ ദൂസരെ ഓർ അല്ലേ ഏക്ക് ഓർ ചിപ്കലി ചൂൽഹ कुत्ता और चक्की देखते हैं दूसरी ओर മറ്റൊരു സൈഡിൽ എന്താ കാണുന്നത് एक कौवे को देखा है एक छोटा सा घर है उस घर के अंदर से धुआं उड़ते हैं ആ വീടിൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യാണ് പുക പൊന്തുന്നുണ്ട് अनेक पेड़ पौधे भी है उसमें फूल भी है ओके अब देखिए कई दिनों तक चूल्हा रोया कई चक्की रही उदास कई दिनों तक कानी कुतिया सोई उनके पास कई दिनों तक लगी बीत पर छिपकलियों की गश्त कई दिनों तक चूहों की भी हालत रही शिकस्त दाने आए घर के अंदर कई दिनों के बाद धुआं मुड़ा आंगन से ऊपर कई दिनों के बाद चमकुड़ी घर भर की आंखें कई दिनों के बाद कौवे ने गुजलाई पांगें कई दिनों के बाद प्रस्तुत कविता में कितने पंक्तियां हैं 8 पंक्तियां भी है ले 8 लाइन्स आनुल्लത് पहले 4 पंक्तियां किसको सूचित करती है पहले 4 पंक्तियां अकाल को सूचित करते हैं बाकी फिर आगे की 4 पंक्तियां अकाल के बाद की हालत को सूचित करते हैं അതായത് കവിതയുടെ ആദ്യത്തെ 4 വരി അകാൽ ക്ഷാമത്തെ സൂചിപ്പിക്കുന്നു അതിനുശേഷം വരുന്ന 4 വരികൾ ക്ഷാമത്തിന് ശേഷം ഉള്ള അവസ്ഥയെക്കുറിച്ചിട്ടാണ് നമുക്ക് പറഞ്ഞു തരുന്നത് ഓക്കെ ലിസൺ കൈ ദിനോം തക്ക് ചൂൽഹാരോയ കൈ ദിനോം തക്ക് ഒരുപാട് ദിവസങ്ങളായിട്ട് ചൂൽഹ മീൻസ് അടുപ്പ് ഹെത്ത് അല്ലേ അടുപ്പ് രോന മീൻസ് ക്രൈയിങ് കരഞ്ഞു അല്ലേ ഒരുപാട് ദിവസങ്ങളായിട്ട് നമ്മുടെ അടുപ്പ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചക്കി രഹി ഉദാസ് ചക്കി മീൻസ് തിരിക്കല്ല് അല്ലേ ഗ്രൈൻഡർ ഇന്നത്തെ ഗ്രൈൻഡർ മീൻസ് चीज़ों को पीसने के लिए ഉപയോഗ देते हैं അല്ലേ ഉപയോഗപ്പെടുത്തുന്ന ഒരു വസ്തുവാണ് അതായത് വസ്തുക്കളെ പൊടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഗ്രൈൻഡർ അതിൻ്റെ പഴയൊരു രൂപമാണ് പഴയകാല രൂപമാണ് എന്ത് തിരിക്കല്ല് കേട്ടോ ചക്കി രഹി ഉദാസ് തിരിക്കല്ലും എന്താണ് രഹി ഉദാസ് മീൻസ് സാഡ് ദുഃഖത്തോടെ ഇരിക്കുന്നു കൈ ദിനോം തക്ക് കാനി കുത്തിയ കൈ ദിനോം തക്ക് ഒരുപാട് ദിവസങ്ങളായിട്ട് കാനി കുത്തിയ എന്താ കാനി കുത്തിയ ഒറ്റക്കണ്ണുള്ള കറുത്ത നായ പട്ടിയാണ് കേട്ടോ കാനി കുത്തിയ സോയി മീൻസ് സ്ലീപ്പിംഗ് ഉറങ്ങുന്നു ഉൻകെ പാസ് ഉസ് ചൂഹെ ഔർ ചക്കി കെ പാസ് കോൻ സോ രഹി ഹേ ആരാണ് ഉറങ്ങുന്നത് കാനി കുത്തിയ അല്ലേ
कई दिनों तक लगी बीत पर छिपकलियों की गस्त. കൈ ദിനോം തക്ക് ഒരുപാട് ദിവസങ്ങളായിട്ട് ലഘി ബീത്ത് പർ ദ ബീത്ത് ദീവാർ അല്ലേ ആ ചുമരിൽ ചിപ്കലിയോം കി ഗസ്ത് ചിപ്കലി മീൻസ് ലിസാർഡ് അല്ലേ പല്ലികളുടെ ഗസ്ത് ഗസ്ത് മീൻസ് പെട്രോൾ അല്ലേ അതായത് പെട്രോളിംഗ് ഉണ്ടായിരുന്നു ഉലാത്തലുണ്ടായിരുന്നു. അപ്പം കൈ ദിനോം തക്ക് ചൂഹോം കി ബി ഹാലത്ത് രഹി ശിഖസ്ത് കൈ ദിനോം തക്ക് ഒരുപാട് ദിവസങ്ങളായിട്ട് ചൂഹോം കി ബി ചൂഹോ മീൻസ് മൗസ് എലികളുടെ ഹാലത്ത് മീൻസ് അവസ്ഥയും രഹി ശിഖസ്ത് പരാജയമായിരുന്നു. അപ്പോൾ അവയുടെ അവസ്ഥയും വളരെയധികം കഷ്ടകരമായിരുന്നു. എലികളുടെ അവസ്ഥയും വളരെയധികം കഷ്ടം നിറഞ്ഞതായിരുന്നു. इसमें चूहा और चक्की निर्जीव वस्तुएं है. इस वस्तुओं को कवि ने मानवीकरण करते हैं അല്ലേ അതായത് നിർജീവ വസ്തുക്കളാണ് ജീവനില്ലാത്ത വസ്തുക്കളാണ് എന്ത് നമ്മുടെ ചക്കി അതുപോലെ ചൂൽഹ അല്ലേ അടുപ്പും അതുപോലെ തിരിക്കല്ലൊക്കെ ജീവനില്ലാത്ത വസ്തുക്കളാണ്. ഇതിനെ കവി എന്ത് ചെയ്യുന്നു മാനവീകരൻ കർത്തേ ഹെ എന്ത് ചെയ്യുന്നു ഇവിടെ നമ്മുടെ ഈ കവിതയിൽ അകാൽ ക്ഷാമം നേരിടുന്നത് അനുഭവിക്കുന്ന മനുഷ്യരെക്കുറിച്ച് പറയാതെ ആ വീട്ടിലെ ജീവികളെക്കുറിച്ചും ജീവനുള്ളതും ജീവനില്ലാത്തതുമായ വസ്തുക്കളിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. ഓക്കെ നോക്കൂ കൈ ദിനോം തക്ക് ചൂൽഹാ രോനേക്ക കാരൺ ക്യാ ഹേ അടുപ്പ് കരയാനുള്ള കാരണം എന്തായിരുന്നു चूल्हे में जलाने के लिए कोई चीज़ उस घर में नहीं था അല്ലേ ചൂൽഹേ മേം ആ അടുപ്പിൽ ജലാനെ കെ ലിയെ കത്തിക്കാൻ വേണ്ടിയിട്ട് കോയി ഖാദ്യ ചീസ് അല്ലേ ഭക്ഷ്യവസ്തുക്കളൊന്നും വഹാം ഉസ് ഗർമേ നഹീം ത ആ വീട്ടിലുണ്ടായിരുന്നില്ല. ഇസ്ലിയെ ചൂൽഹ രോയ അതുകൊണ്ടാണ് നമ്മുടെ അടുപ്പ് കരഞ്ഞത്. ഓക്കെ ഇനി നെക്സ്റ്റ് ചക്കി രഹി ഉദാസ് ചക്കി ക്യോം ഉദാസ് ഹോ ഗയി ചക്കി ക്യോം ഉദാസ് ഹോ ഗയി ചക്കി എന്തുകൊണ്ടാണ് തിരിക്കൽ എന്തുകൊണ്ടാണ് ഉദാസ് ഹോ ഗയി ദുഃഖിതയായിട്ടിരുന്നിരുന്നത് എന്തുകൊണ്ടാണ് ഉസ് ചക്കിമേ പീസ്നെ കെ ലിയെ അല്ലേ ആ തിരിക്കല്ലിൽ പീസ്നെ കെ ലിയെ പൊടിക്കാൻ വേണ്ടിയിട്ട് കോയി ചീസ് നഹീം ത ധാന്യത്തിൻ്റെ യാതൊരു ചീസ് വസ്തുക്കളും നഹീം ത ഉസ് ഗർമേ നഹീം ത ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. ഇസ്ലിയെ ചക്കി ബി ഉദാസ് ഹോ ഗയി അതുകൊണ്ടാണ് നമ്മുടെ ചക്കി തിരിക്കല് ദുഃഖിതയായിരുന്നത്. കൈ ദിനോം തക്ക് കാനി കുത്തിയ സോയി ഉൻകെ പാസ് കാനി കുത്തിയ കിസ്കെ സാത്ത് സോ രഹി ഹെ കാനി കുത്തിയ കിസ്കെ സാത്ത് എന്തിൻ്റെ അടുത്താണ് സോ രഹി ഹെ ഉറങ്ങിയിരുന്നത് ചൂൽഹ ഊർ ചക്കി കെ പാസ് കാനി കുത്തിയ ഗാനയ്ക്ക് പ്രതീക്ഷാമേം സോരിഹി ഹെ അല്ലേ ഗാനയ്ക്ക് പ്രതീക്ഷാമേം എപ്പോഴെങ്കിലും ധാന്യം കിട്ടും ഫുഡ് കഴിക്കാൻ പറ്റുന്നുള്ള പ്രതീക്ഷയിലാണ് അത് അവിടെ ഉറങ്ങിക്കൊണ്ടിരുന്നത്. കൈ ദിനോം തക്ക് ലഗി ബീത് പർ ചിപ്കലിയോം കി ഗസ്ത് ഒരുപാട് ദിവസങ്ങളായിട്ട് ചുമരിൽ നമ്മുടെ ചിപ്കലിയ പല്ലികൾ ഇങ്ങനെ ഉലാത്തുകയാണ്. किसके लिए है उस घर में ദീപ നഹീം ജലായ അല്ലേ ആ വീട്ടിൽ ദീപം ഒന്നും കത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇസ്ലിയെ ചിപ്കലിയോം കി ഹാലത്ത് ബഹുത്ത് ദയനീയ ഹെ ഈ പല്ലികളുടെ അവസ്ഥയും വളരെയധികം ദയനീയമായ ഒരു സ്ഥിതിയായിരുന്നു അവയ്ക്ക്. കൈ ദിനോം തക്ക് ചൂഹോം കി ബി ഹാലത്ത് രഹി ശിഖസ്ത് ഉസി പ്രകാർ അതുപോലെ തന്നെ ചൂഹോം കി ഹാലത്ത് ഗാനെ കി ചീസേ ന മിൽനെ കെ കാരൺ ഉസ് ഘർ മേ ഖാനെ കി ചീസേ ആ വീട്ടിൽ കഴിക്കാനുള്ള വസ്തുക്കളൊന്നും ന മിൽനെ കെ കാരൺ കിട്ടാത്തത് കാരണം ചൂഹോം കി ഹാലത്ത് ബി ശിഖസ്ത് ഹെ അവരുടെ ചൂഹകളുടെ അതായത് എലികളുടെ അവസ്ഥയും വളരെയധികം ശിഖസ്ത് ഹെ പരിതാപകരമായിരുന്നു. അപ്പോൾ पहले की 4 पंक्तियों में अकाल को सूचित करते हैं. चक्की चूल्हा कानी कुतिया चूहा चिपकली आदि के द्वारा अकाल के बारे में सूचित करते हैं. ओके अब देखिए आगे की 4 पंक्तियाँ. दाने आए घर के अंदर कई दिनों के बाद
धुआं उड़ा आंगन से ऊपर कई दिनों के बाद, चमक उड़ी घर भर की आंखें कई दिनों के बाद, कौए ने गुजलाई पांगें कई दिनों के बाद। अकाल के दयनीय स्थिति के बाद उस घर में दाने आए. ഓക്കെ, ആ ദയനീയ അവസ്ഥയ്ക്ക് ശേഷം, അകാൽ ക്ഷാമത്തിൻ്റെ ദയനീയ അവസ്ഥയ്ക്ക് ശേഷം ആ വീട്ടിൽ എന്തുണ്ടായി? പിന്നീട് ആ ധാന്യം വന്നു. ഓക്കെ, ധാനയായി മീൻസ് ധാന്യം വന്നു. ഗർക്കെ അന്തർ, ആ വീടിനുള്ളിൽ, കൈ ദിനോം കെ ബാദ്, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം എന്തുണ്ടായി? അവിടെ ആ വീട്ടിൽ ധാന്യം വന്നു. ദുവാം ഉട, ദുവാ മീൻസ് പുക അല്ലേ? ദുവാം ഉട, പുക പറന്നു പൊങ്ങി. ആംഗൻസെ, ആംഗൻ മീൻസ് കോർട്ട്യാർഡ്, മുറ്റത്ത്, ആ വീടിൻ്റെ മുറ്റത്ത് പുക പടർന്നു. ഊപ്പർ കൈ ദിനോം കെ ബാദ് അല്ലേ? ഉസ് ഗർ കെ അന്തർ സെ അല്ലേ? വീടിനുള്ളിൽ നിന്ന് പുക പൊങ്ങി. അങ്ങനെ ആ മുറ്റത്തൊക്കെ പുകച്ചുരുളുകൾ പടർന്നു. അതായത് അവർ ഫുഡ് മേക്ക് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ചമക്കുടി, അങ്ങനെ ചമക്കിന മീൻസ് ടു ഷൈൻ അല്ലേ? തിളങ്ങുന്നു. ചമക്കുടി മീൻസ് പ്രകാശിക്കുന്നു. ഗർബർഖി, ഗർബർ പറഞ്ഞാൽ വീടിലെ, ഗർബർ പറഞ്ഞാൽ വീടിനുള്ളിലുള്ള. ആംഖേം കണ്ണുകൾ, എല്ലാ കണ്ണുകളും അല്ലേ? വീടിനുള്ളിൽ മനുഷ്യരും അതുപോലെ ജന്തു ജീവജാലങ്ങളൊക്കെ എന്ത് ചെയ്തു? അവർക്കൊക്കെ പ്രത്യേകമായിട്ടൊരു എനർജി, ഒരു ഉന്മേഷം, ഒരു തിളക്കം അവരുടെ കണ്ണുകളിലൊക്കെ വന്നു. കൈ ദിനോം കെ ബാദ്, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ആ വീട്ടിലെ എല്ലാ ജീവജാലങ്ങളുടെയും വിശപ്പ് അടങ്ങി. കൗവേനെ ഗുജലായി പങ്കെ, ഇനി കൗവേനെ അല്ലേ? ക്രൗ, കാക്ക. ഗുജലായി, എന്താ ഗുജലാന? ടു ഈറ്റ്സ്, ചൊറിയുക. അതായത് കാക്ക എന്ത് ചെയ്തു? ഭക്ഷണം കഴിച്ചതിന് ശേഷം കൊക്ക് കൊണ്ട് എന്ത് ചെയ്തു? അതിന് ചിറകുകൾ അങ്ങനെ കോതി. പാങ്കെ മീൻസ് ചിറകുകൾ അല്ലേ? വിങ്സ്, ചിറകുകൾ. കൈ ദിനോം കെ ബാദ്, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം എന്താണ്? ഈ കാക്കയും അതിൻ്റെ കൊക്കുകൾ കൊണ്ട് വിശപ്പടങ്ങിയതിന് ശേഷം കൊക്കുകളൊക്കെ ചൊറിയാൻ തുടങ്ങി. ഓക്കെ, अकाल के बाद उस घर के अंदर के सभी जीवों की आंखें चमकुड़ी अല്ലേ? സബിക്കോ ഗാന മില, എല്ലാവർക്കും ഭക്ഷണം കിട്ടി. വേ ബൗത്ത് പ്രസന്ന ഹെ, അവരെല്ലാം വളരെയധികം ഹാപ്പിയായി. ഓക്കെ, പ്രസ്തുത് കവിത बार बार पढ़ना. कोई संदेह है तो मुझसे पूछिए. आज की कक्षा में हम समाप्त करती हूँ. धन्यवाद.